ഫെയ്ത്ത് ക്ലിയറൻസിന്റെ 50ാമത്തെ ഇന്നത്തെ എപ്പിസോഡിൽ ദേവാലയത്തിൽ വെച്ച് വിവാഹം ചെയ്യുന്നതിന് മുൻപ് സിവിൽ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ട മുൻകൂർ അനുമതി ലഭിക്കുന്നതിനുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കും പഠനാവശ്യങ്ങളുമായിട്ട് ഇന്ന് ധാരാളം പേര് പോകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രായോഗികമായിട്ട് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ കൂടിയാലോചനകൾക്ക് ശേഷം 2023 സെപ്റ്റംബർ മാസം 21-ാം തീയതി മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഡിക്രി വഴിയായിട്ട് ലഭ്യമായിട്ടുള്ള അനുമതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. ഇത്തരം സാഹചര്യത്തിൽ പലപ്പോഴും ഇത് സിവിൽ പരമായിട്ട് നടന്ന വിവാഹം അറിയിക്കാതെ ഇവിടെ കൂദാശപരമായ വിവാഹം നടത്തുമ്പോൾ കൂദാശപരമായ വിവാഹം നടന്ന് രജിസ്റ്ററിൽ ദേവാലയത്തിൽ രേഖപ്പെടുത്താൻ വരുമ്പോൾ പലപ്പോഴും ആവശ്യപ്പെടുന്നത് ഇങ്ങനെ സിവിൽ രജിസ്ട്രേഷൻ ഞങ്ങൾ ഇന്ന ആവശ്യത്തിന് വേണ്ടി നടത്തിയിട്ടുണ്ട്, ആ ദിവസം വെച്ചുള്ള ഡോക്യുമെൻ്റാണ് രേഖപ്പെടുത്തേണ്ടതെന്ന് പറയുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ നൽകപ്പെട്ടിട്ടുള്ള നിയമം ഉപയോഗിച്ച് ആ പ്രശ്നം പരിഹരിക്കത്തക്ക രീതിയിലൂടെ ഇതിനെ അഭിമുഖീകരിക്കാനായിട്ട് നാം ശ്രമിക്കേണ്ടത്. കുടുംബ വിസ ലഭിക്കുന്നതിന് വേണ്ടി മാത്രം നൽകപ്പെട്ടിട്ടുള്ള ഒരു അനുമതിയാണ് ഇത്. ബന്ധപ്പെട്ട രൂപത അധ്യക്ഷൻ്റെ മുൻകൂർ അനുമതിയോടുകൂടി ദേവാലയത്തിൽ വെച്ച് വിവാഹം പരികർമ്മം ചെയ്യുന്നതിന് മുൻപ് സിവിൽ രജിസ്ട്രേഷൻ നടത്തുവാനാണ് ഈ ഡിക്രി വഴി അനുമതി ലഭിക്കുന്നത്. ഇത്തരത്തിൽ നടന്ന വിവാഹത്തിൽ കൂദാശപരമായിട്ടുള്ള വിവാഹം ദേവാലയത്തിൽ വെച്ച് നടത്തുമ്പോൾ ഇടവകയിലെ വിവാഹ രജിസ്റ്ററിൽ ഏത് തീയതിയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നതിൽ പ്രധാനമായും വ്യക്തതയുണ്ടാകണം. സിവിൽ രജിസ്ട്രേഷൻ നടത്തിയ തീയതിയോ അതോ ദേവാലയത്തിൽ വെച്ച് വിവാഹം നടത്തിയ തീയതിയോ ഈ ഡിക്രിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. ഇത്തരം എല്ലാ വിവാഹങ്ങളിലും പള്ളിയിൽ വെച്ച് നടത്തിയ വിവാഹത്തിൻ്റെ തീയതിയാണ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടത്. മുൻകൂട്ടി നടത്തിയ സിവിൽ രജിസ്ട്രേഷൻ്റെ തീയതി രജിസ്റ്ററിലെ റിമാർക്സ് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതുപോലെ ഇടവകയിൽ നിന്ന് വിവാഹ സർട്ടിഫിക്കറ്റുകൾ നൽകുമ്പോൾ പള്ളിയിൽ കൂദാശപരമായിട്ട് നടത്തിയ വിവാഹത്തിൻ്റെ ദിവസം മാത്രമേ രേഖപ്പെടുത്താവൂ. സിവിൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിവാഹത്തിൻ്റെ തീയതി ഉൾപ്പെടുത്തിയുള്ള സർട്ടിഫിക്കറ്റ് നൽകാൻ പാടുള്ളതല്ല. ഇത് വ്യക്തമായിട്ട് ഈ കൽപ്പനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ നടത്തുന്ന കൂദാശപരമായ വിവാഹങ്ങളുടെ വിവരങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടതില്ല. ഇതാണ് നിയമത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഈ വിധത്തിലുള്ള അനുവാദത്തിനായിട്ട് ആവശ്യമുള്ള കക്ഷികൾ അതാത് ഇടവക വികാരിച്ചന്മാരെ സമീപിച്ചാൽ രൂപതയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള രൂപത മുദ്രപത്രം വികാരിച്ചന്മാരിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നതാണ്. അതിൽ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അപേക്ഷ അഭിവന്ദ്യ പിതാവിന് സമർപ്പിക്കുന്നു, വികാരി അച്ഛൻ്റെ ശുപാർശയോടെ. അതിനെ തുടർന്ന് അതിൻ്റെ ആവശ്യകതകൾ തിരിച്ചറിഞ്ഞ് അഭിവന്ദ്യ പിതാവ് വേണ്ടതായിട്ടുള്ള അനുവാദം ലഭ്യമാക്കി തരുന്നു.